സുന്ദാംബറ ഇന്നെങ്കിലും എന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണേ. ആ ഒരു വീട്ടിൽ ഒരു മുട്ടക്കോഴി പദ്ധതിയല്ലേ, അത് ഞാൻ മറക്കുവോ? അല്ല, മോളുടെ ചികിത്സാ കാര്യം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്. ആ ധന്യമോളുടെ കാര്യമല്ലേ, അത് പ്രസിഡന്റിന്റെ മേശപ്പുറത്താ. ഇന്ന് ശരിയാക്കാം കേട്ടോ. ഉപേക്ഷ വിചാരിക്കരുത്, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. എന്നെ ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി. നിങ്ങളുടെ വാർഡ് മെമ്പറാ പുഷ്കരനല്ലേ, അങ്ങനോട് ഒന്ന് പറഞ്ഞേക്കണേ. ഈ വാർഡ് മാറിയുള്ള കരുതൽ പുള്ളിക്ക് പിടിക്കത്തില്ല, അതുകൊണ്ടാ. ചെല്ലട്ടെ, സോറി. ആ പിള്ളച്ചേട്ടാ, പട്ടണകടവ് പാലമഴിമതി CBI അന്വേഷിക്കുക. അഴിമതി വീരാ പുഷ്കര. രാജിവെക്കൂ, പുറത്തു പോകൂ. സുനന്ദയെ കാണാത്തോണ്ട് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി, ഞങ്ങൾക്ക് പേര് ഇറങ്ങി. ഓ പിന്നെ കുടുംബശ്രീ യോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായിക്കുട്ടി മാപ്പിള ദിവംഗതനായ വിവരം അറിഞ്ഞത്. മനുഷ്യത്വക്കല്ലേ വലുത്, ഒന്ന് അവിടെ വരെ പോയി. അതിന് സുനന്ദയുടെ വാർഡല്ലല്ലോ ഇത്രയും മനുഷ്യത്വം കാണിക്കാൻ. വാർഡൊക്കെ നോക്കി മനുഷ്യത്വം കാണിക്കാൻ പറ്റൂ? ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു? എൻ്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും, ഒരു മെസ്സേജ് എങ്കിലും. മീറ്റിംഗ് ഉച്ച കഴിഞ്ഞ് മതി, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ഇലക്ഷൻ വരികയല്ലേ. ഏയ് എവിടെ പോവാ? എല്ലാരും ഇരിക്കുക അവിടെ. ഏതോ ഒരു നക്സലി എത്തതിന് പഞ്ചായത്തിന് അവധിയോ? നമുക്ക് ഇവിടെ 100 കാര്യങ്ങളല്ലേ പാസ്സാക്കാൻ. ആ അതെ, അതാണ്. വർക്കിച്ചായന് ഒരേ ഏക്കർ പാടവും കായലിന്റെ മൂലയും നികത്തണം. കുഞ്ഞപ്പഞ്ചേട്ടന്റെ ഭാര്യയുടെ എനിക്ക് വീട് വേണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ പ്രസിഡന്റിന്റെ വാർഡിൽ മഴക്കുഴി, അത് ഞാൻ നോക്കിക്കോളാം. നീനയ്ക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജനം, പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം, പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല്, ദുരിതാശ്വാസ ക്യാമ്പിൽ ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി, കുടിവെള്ളം, കക്കൂസ്, ഇതൊക്കെ ആര് നടത്തും? ഞാനിതങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു. പിന്നെ ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് പാസ്സാക്കണം. ആ അപേക്ഷ മേശപ്പുറത്ത് വന്നിട്ട് കുറേ ആയി. ഇവിടെ അതിനുള്ള കാശൊന്നുമില്ല. അവരോട് റോട്ട് പോയി വല്ല ഗാനമേള നടത്താൻ പറ. അതും കൂടെ പഞ്ചായത്തിന്റെ തലയിലിടല്ലേ. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ സാർ? സുനന്ദ, എന്റെ വാർഡ് കയറി അവിടെ നിൽക്കണ്ട, മനസ്സിലായോ? ഓരോന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോ പിന്നെ ഊരാ കൊടുക്കേട്ട് വരും. ചേച്ചി ഇന്നും പാസ്സായില്ല കേട്ടോ. വിഷമിക്കണ്ട, മോളെ ആശുപത്രി കൊണ്ടുപോകാനുള്ള കാശേ പാൽ സൊസൈറ്റിന്ന് മേടിച്ചോ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന. എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയാബാധയാണ്. അതിനൊരു അറുതി വരുത്തിയേ തീരൂ. അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണിസഞ്ചി. മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ പ്ലീസ്. ചേട്ടന്മാരെ ഒന്ന് മാറി. ആശാനും കൊള്ളാം, ശിഷ്യന്മാരും കൊള്ളാം. TV ക്യാമറ കണ്ട മോന്തയുടെ കാര്യത്തിൽ ഇവന്മാർ ഒറ്റ ഗ്രൂപ്പാ. എന്തുവാടേ ഇത്? 8 കാലി ഛർദിച്ച പോലെ ആക്കിയല്ലേ എന്നെ. ഊര പൊട്ടിക്കല് വാടക എടുത്താൽ ഇതിലും നല്ല വില കടലിൽ ചാടിയ മയിലിന് തീറ്റ കൊടുക്കായിരുന്നു. കുറച്ചുകൂടി കവറേജ് ഉള്ളിട്ടിയാനെ. അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ശശിചേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. തെങ്ങിനു വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. ശശിചേട്ടാ വാന്നേ. വരും. അച്ഛൻ തെങ്ങേ കയറി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി. പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ. എന്നെ പോലൊരാളെ വിളിച്ച് ആദരിച്ച. പോട്ടെ ഉണ്ടനൂലിന്റെ കാശ് കൊടുത്തു, ചക്ക കടം പറഞ്ഞു. ഓഹ്, ഇത് പോയില്ലേ. നമുക്ക് തോന്നേണ്ട ഐഡിയാണ് ചേച്ചി എടുത്ത് പൂശിയത്. ഇടറെ ചെലവും തുച്ഛം ഗുണവും മെച്ചം. ഈ ഹനുമാൻ ജ്വല്ലറിക്കാരെ കൊണ്ട് തുണിസഞ്ചി അടിപ്പിച്ച വകയില് മിനിമം 2000 ചേച്ചി അടിച്ചിട്ടുണ്ടാവും. ഒന്ന് പോടാ പറഞ്ഞു. ഈ തെങ്ങേറ്റക്കൻ ശശിയെ ഇങ്ങനെ ആദരിച്ചെന്റെ കുട്ടൻസാണ് എനിക്ക് മനസ്സിലാവാത്തത്. കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാഹചര്യത്തിൽ അയാളെ പൊന്നാട അണിപ്പിച്ചത്. ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട്, അത് തീർച്ച. നമുക്കിത് ഇതിന് ക്ഷീണം തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും. നമുക്ക് ഈ തോൾ സഞ്ചിയിൽ
ഗാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അംഗൻവാടി ടീച്ചറായ ദീപാ നിരാശിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാലടിച്ചാലോ? എന്താ പറയാ? അത് മതി. പൊങ്കാല പൊങ്കാല മതി അല്ലേ? പൊങ്കാല മതി. ഉറപ്പിക്കാം. പൊങ്കാല. എടാ, ഒരു നമ്പർ പോലും മാച്ച് ചെയ്യുന്നില്ല. ഞാൻ അവനെ കിട്ടവന്നെ ആരാ? എന്താ? അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ക്ഷണിക്കാൻ വന്നാണേ. അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാലിടല്? അടുപ്പ് കത്തിച്ചൊരു ഉദ്ഘാടനം ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. എന്താണ് ഡേറ്റ്? ഈ വരുന്ന 22-ാം തീയതിയാ. 22. ഈയിടെയായിട്ട് കുറച്ച് ബിസിയാണ്. നോക്കട്ടെ. അയ്യോ, 22 ഡേറ്റ് ഇല്ലല്ലോ. അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക്, ഞാൻ വരാം. വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം. സന്തോഷം. ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലേ 22 ഡേറ്റിൽ ഞാൻ അവരെന്ത് വിചാരിക്കും? രാവിലെ തന്നെ 4 കൂടി അമ്പലം വഴിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ പറ്റും. ഇങ്ങോട്ട് വാ. ക്യാൻസറിന് സോനെന്താ, ജൈവ കൃഷിക്ക് സോനെന്താ, പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സോനെന്താ, എന്തിന് പെണ്ണുങ്ങൾ സംഘം ഉണ്ടാക്കാൻ സോനെന്താ? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? എന്താണ് പ്രശ്നം? പുറത്തെന്താ പ്രശ്നം? അത് പള്ളിയിറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ അവിടെ ആനയെ നിക്രടിക്കാനും സുനന്ദയെ വേണമെന്ന്. ഇത് പിടിച്ചേ, കഴിച്ചോ. എനിക്കാണെങ്കിൽ സങ്കടം കക്കൂസ് പൊട്ടിട്ടോയാ. നമ്മൾ പ്രതീക്ഷിച്ച പുള്ളി ഇങ്ങനെ വിചാരിക്കും. നമസ്കാരം. നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയാണ്. ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. ക്ഷമിക്കണം, അകത്ത് കയറിയിരിക്കാം. ഇല്ല, പോയിട്ട് ഇച്ചിരി ധൃതിയുണ്ട്. മെമ്പർ ഒന്ന് വരാമെന്ന് സമ്മതിച്ചാൽ ഓ മതിയായിരുന്നു. പിന്നെന്താ, തീർച്ചയായിട്ടും വരാലോ. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യം ആർക്കാ അറിയാത്തത്? വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ. അച്ഛാ, സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകളെ മഹാറാണിയായി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ? ഇപ്പൊ കതറിടാനും തല്ലുള്ള ഞാൻ. എന്നിട്ട് ഞാൻ വിളിച്ചു 22 രാവിലെ വണ്ടി അയക്കാം. അയ്യോ വേണ്ട, ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം. പക്ഷേ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത്. അത് കരയോഗക്കാരോട് എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ഓ ശരി ശരി. ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടോ അവള്? നീ ആയിട്ടുണ്ടോ? സുനിതയെ കുറിച്ച് പറയുമ്പോ സുനിതയെ കുറിച്ച് പറയണം, അല്ലാതെ വെറുതെ വിഷയത്തെ വ്യതിരിക്കരുത് അച്ഛാ. എടാ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. പിന്നെ ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കടാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ 500 വോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ. ഹലോ, ഒരു മിനിറ്റ്. ദേ ഇന്നലെ വാങ്ങിച്ച കാശ് അഭിമാനം പണയം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെ പി. ഇതിപ്പോ ആരെ പറ്റിച്ചു? ആ പാവ അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ? അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ? ഇനി ഈ കടവും ഞാൻ തന്നെ വീട്ടണ്ടേ? ഹേയ്, ഒരു മാതിരി അനാവശ്യം പറയാൻ നിൽക്കരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. അലീനെ പോലെയല്ല, ഈ നീനയായിട്ടുള്ളതിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ, അത് നിനക്ക് തന്നെ ഭാര്യയാവും. നീ നോക്കിക്കോ. ഇത് ഞാൻ ആരിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിനെ അധ്വാനിച്ചുണ്ടാക്കിയത്. അടിപിടി കേസ്, സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം. ഇവിടെ അഴിമതിയില്ലേ? ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈതകോറച്ചിനൊന്നും പറ്റൂല. കോഴിത്തീറ്റ, കാലിത്തീറ്റ, പാലം, പശുവിന്റെ വിതരണം, മറ്റേ ബോർഡ്, എന്തൊക്കെ സുനാമി, കൊടുങ്കാറ്റ്. സത്യം പറയും, നീ ഇപ്പിട്ടിരിക്കുന്ന പാവാട കഴിഞ്ഞ വെള്ളത്തിന്റെ അല്ലേ? നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കണകണ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. അപ്പൊ കാണിക്കാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ടം വഴി ഓടാനാടി. അച്ഛാ, ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെന്തെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ. അതാണ് നിനക്ക്. അയ്യോ അസൂയ, അസൂയ. അയ്യോ, അസൂയപ്പെടാൻ പറ്റിയ സാധനം. അച്ഛാ, ഓ നീ പോടി കെട്ടാ കളി. നീ പോടാ മരയോന്തേ. ഞാൻ മുക്കിത്തരാടാ പപ്പടത്തലയാ. ഇപ്പൊ ഇവള് കാണിച്ചോട്ടെ എല്ലാത്തിനും എനിക്കറിയാം 4000 രൂപ കാണിച്ചു തരാം. ഉച്ചക്കട്ടല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും. ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴെ തന്നെ. ഞാൻ ഉരുട്ടി വെക്കാടാ, ഉരുട്ടി വെക്കാം. നീയല്ലേ നിക്കടിക്കുമ്പോ ആരെ കൂടെ കൊടുക്കുള്ള അല്ലേ? ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണമെന്നറിയാമോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, പത്രം, പാല്, ജനം, അമ്മായപ്പൻ, ദിംതരികിടത്തം, ചിത്രം, വിചിത്രം, തിരുവ, എതിർവ, ആരൊക്കെ? പേടിയുള്ള ഒരാളെ തിരുവനന്തപുരത്ത് പോയി അടിമേടിച്ചതും പറഞ്ഞ പപ്പ ഇതുവരെ ചിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗാന്ധി ജയന്തി, പപ്പയ്ക്ക് പുച്ഛിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ലേ കെ പി? ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ട്രിക്കല്ലേ വാവേ? പാർട്ടി പ്രവർത്തനം ഗുണ്ടായിസ് വന്ന് വിശ്വസിച്ചെടുക്കുന്ന നിന്റെ അച്ഛന് ന്യൂ ജനറേഷൻ ട്രിക്ക് അറിയോ? പാർട്ടിയുടെ എന്തെങ്കിലും അറിയോ? കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ സുനന്ദ ചേച്ചിയുടെ ട്രിക്ക് കണ്ടുപിടിക്കേ. സുനന്ദ 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 ഓടക്കല്ലേ. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ. ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആലോചന പപ്പ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. പപ്പന്മാർക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. അയാളാണെങ്കിൽ വാട്സപ്പ് ഉണ്ടോ മെസ്സഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു പിറകെ നടക്കുക. നാശം. നീ വിഷമിക്കാതെ, അവനുള്ള ആപ്പ് ഞാൻ കൊടുത്തോളാം.
ഈ ലീഡർ KP പഞ്ചായത്ത് മെമ്പർ ആയാൽ ആ സ്പോട്ടിൽ കല്യാണം. ഇതൊരു രാഷ്ട്രീയക്കാരന്റെ വാക്കല്ല, ഒരു കാമുകന്റെ വാക്കാണ്. ഇപ്പൊ തന്നെ വാക്കുമാറിയല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കല്യാണം എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു മെമ്പറായോ? എന്റെ പൊന്നലില്ല, നീയും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. എന്നാലേ വളരുള്ളൂ. നീ അധികം വളരണ്ട കേട്ടോ. തിച്ചിലെ ഭാവി നൊന്തു. പപ്പ എന്താ ഈ വഴി? അയ്യോ പപ്പേ, നീ എന്താണ് ഇവിടെ? നീ ഇവിടെ വീട്ടിൽ പോടി. ചേട്ടോ പെട്ടെന്ന് ഒരു ലിഫ്റ്റ് തരൂ, അത്യാവശ്യം ഇതിനകത്തോ ഞാൻ കേറിയിട്ട് ഒരാഴ്ച എങ്ങനെ നിർത്തണ്ട. വട്ടത്തി ചവിട്ടി നീളത്തിൽ പോരും. വാ നേരെ പോരും സാർ. നേരെ നോക്കി ചവിട്ട് താഴെ വീഴും. ആ വീട്ടില് നറുതൽ സർവത്ത് സെറ്റ് ചെയ്ത്. എന്താ സുഖല്ലേ സാറേ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു. കിതപ്പൊന്നുമില്ലല്ലോ. വാ ഇതൊരു നേരെ വീട്ടിൽ ചവിട്ടി വിട്. കയറണേ, റോഡ് പോക്കാവോ? എന്തിനാ മാഡം വിളിച്ചത്? എടോ തന്നോട് ഞാൻ എത്ര കാലമായി പറയുന്നു റോഡ് ശരിയാക്കാൻ. ഈ കുഴിയെല്ലാം എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടികയെ പെടുത്തുവേ. ഒറ്റ ബില്ല് ഞാൻ പാസ്സാക്കത്തില്ല പഞ്ചായത്തിൽ. മാഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ ആക്ടിങ് ശരിയാണ്, ശരിയാണ്. മാഡം ഒരു 1000 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മാഡം ചതിക്കരുത്. എന്റെ ലോൺ, എന്റെ JCB, എന്റെ ടിപ്പർ, എന്റെ കരിമ്പട്ടിക. ആക്ടിങ് കറക്റ്റ് മാഡം. അപ്പൊ വേഗം റോഡ് ശരിയാക്കാം. ശരി, മാഡം. വൈകുന്നേരം ഞാൻ ഈ വഴി വരുമ്പോ ഒറ്റ കുഴി കണ്ടുപോരുത്. മനസ്സിലായല്ലോ? ഗ്രൂപ്പിസം അതിന്റെ പാരമ്യത്തിലെത്തിരിക്കുകയാണ്. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന. അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പൊറിപ്പിക്കാനാവില്ല. ഗ്രൂപ്പിസം കണ്ടുപിടിച്ച ഗ്രൂപ്പിസിനെ കുറിച്ച് പറയണം. CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. തലേദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട്. മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഗ്രാമത്തിലാണ്. എന്റെ വീട്ടിലുണ്ടല്ലോ CCTV. കോങ്കോയിൽ ഇരുന്ന് അതിയാണ് എല്ലാം കാണാം. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പെടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടി രക്ഷിച്ചിട്ടുണ്ട്. എന്താ ശരിയല്ലേ? നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ലജ്ജയില്ലാത്ത बहुत वर्ष पहले जब जवाहरलाल नेहरू प्रधानमंत्री थे तब उन्होंने सुझाव दिया था. ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അറിയാൻ പാർട്ടി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നേതൃത്വം പുറത്തിറക്കും. എല്ലാവരും ഓർത്തോ, ഇത്തവണ എന്റെ ഡേനാണ്. അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനന്ദ വന്നു. സുനന്ദ കഴിവ് തെളിയിച്ച സ്ഥിതിക്ക് ഇനി വേറെ ആരും വേണ്ട. സുനന്ദ എന്തു പറയുന്നു? അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്നാലും കഴിവുള്ളവരെ കഴിവ് അതാണ്. സുരേഷിന് സീറ്റ് കൊടുക്കാൻ സുനന്ദയ്ക്ക് പോലും താല്പര്യം. അല്ല ഞാൻ ചായം കടി ചൂട് മുഞ്ചിക്കണം. ചായം കടി നടക്കുന്നുണ്ട്. അവന്മാര് പോയി ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്തോ. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുനന്ദയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിനെ അന്വേഷണ വിധേയമായി 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. നിനക്ക് ആ നൂറിനാടെന്ന് വന്ന കല്യാണാലോചനയും മുടങ്ങി. അതെങ്കിലും മുറിവെന്ന് വിചാരിച്ചതായിരുന്നു. ഓ സന്തോഷായി. കൂടുന്നതിനനുസരിച്ചിട്ടേ കാ വരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയാ. കാലം തെറ്റിയ മഴയും. തേനീച്ചകൾ കുറയുന്നു. കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു. മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി. നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്ത് ഒട്ടും ശരിയായില്ല. ഓ അത് അച്ഛൻ്റെ അടുത്ത് എത്തിയോ? അച്ഛൻ അങ്ങനെ മകൻ കി ബാത്ത് കേട്ട് ഓരോന്ന് വിചാരിക്കണ്ട. അലക്സ് എന്തോ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ നിലപാട് സുരേഷിനെതിരാണെന്ന് അയാൾ വ്യാഖ്യാനിക്കുമായിരുന്നു. ഞാൻ പറയാതെ അറിയാമല്ലോ, അലക്സിനെ സൂക്ഷിക്കണം. വിഷവാ. തൊഴുത്തിക്കുത്തും പാരവെപ്പും ഗ്രൂപ്പ് കളിയൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികൾ. ഇവനൊക്കെ LDPക്കാരെ കണ്ടുപിടിക്കട്ടെ. അവരുടെ അച്ചടക്കവും ആസൂത്രണവും അടവ് നയവും അതിന്റെ മെച്ചം അവർക്കുണ്ട്. പഴയൊരു മുട്ടകടി ബാക്കി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പെരുമാറില്ലേ. പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പൈസയുടെ കാര്യം ഇപ്പോൾ പൈസക്കാരൻ വന്നോ? ഈ വീടിക്കൊക്കെ ഇപ്പൊ ചന്ദനത്തിരിയുടെ മണവ എന്ത് ചെയ്യാനാ? നടക്ക്.
കുഞ്ഞമ്പു സഖാവ് ശശി ഒല്ലീന ആഹാ ബാബുരാ വിളിച്ചെല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ 100 ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം. കാറൽ മാർക്സിന്റെ മൂലധനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പാടാ. ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിനെ ദുർബലപ്പെടുത്തും ചെന്താമർഷൻ സഖാവേ. പാവപ്പെട്ടവന്റെ കൂടെയല്ലേ എന്നും പാർട്ടി നിൽക്കേണ്ടത്. അത് ശരിയാ. കല്യാണ സ്ഥലത്തും മരണ വീട്ടിലൊന്നും നമ്മൾ പോകാതായി. പാർട്ടി ഒരു ബലിക്കാക്കയല്ല കണ്ടെടുത്തൊക്കെ തിരഞ്ഞു നടക്കാൻ. USSRന്റെ വീഴ്ചയ്ക്കും ബംഗാൾ പ്ലീനത്തിനും ശേഷം നമ്മൾ ശൈലി മാറ്റി സഖാവ് അറിഞ്ഞില്ലെന്നുണ്ടോ? താക്കീത് വേണോ തരം താരത്തിൽ വേണോ? അപ്പൊ പേടിയുണ്ട് അല്ലേ? ആ പിന്നെ ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത്. അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ. പോകാം. ആ പിള്ളേ, താത്വികമായി പാർട്ടി പപ്സിനെതിരാണെങ്കിലും ബീഫ് ആയതുകൊണ്ട് 2 എണ്ണം കഴിക്കാം. വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റും അല്ലേ? വർഗീയ ശക്തികൾ പരസ്പരം മുലയൂട്ടി അതിവേഗം വളരുകയാണ്. വേണം. ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോംവഴിയാവൂ. നോക്കാം. ചേട്ടോ, ഞങ്ങള് പഞ്ചായത്തിൽ പരദേശി മോഡ് നടപ്പാക്കാൻ പോകുന്ന അറിഞ്ഞില്ലേ? അയ്യോ, അതപ്പം എല്ലാ ബംഗാളികളെ ആസാമിലേക്ക് കയറ്റിവിടാൻ പോവാ. മിത്രമേ, മലയാളിയൊന്നും പണിക്ക് കിട്ടത്തില്ല. ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്. അയ്യോ, ഇവനില്ല എന്റെ കട പൂട്ടിപ്പോവും. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. രാജ്യമാണ് പ്രധാനം. യഥോ ധർമ്മ തഥോ ജയ. മഹാഫലേഷു കഥാജന. लेकिन उससे पहले एक विशेष सूचना. आज अध्यक्ष महोदय पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कन्नूर से. गाना है परदेसी. ചലോ മിത്രം. എന്തോ വലുത് വരാൻ गाना सुनिए. അതുകൊണ്ട് ഇത്തവണ ബംഗാളിയെ വെറുതെ വിടാം. आज अध्यक्ष महोदय देश को विशेष रूप से संबोधित करेंगे. മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചേർത്തൊരു 5000 രൂപ ചെലവായിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യോ, അത് ഇത്തിരി കൂടുതലല്ലേ എന്നെ തങ്കമ്മ ചേച്ചി? ആ കാടിവെള്ളത്തിന്റെ വിലയെങ്കിലും ഇത്തിരി ഒന്ന് കുറയ്ക്ക്. കഞ്ഞിവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ ഇതിന് കൊടുക്കുന്നത് അറിയാവോ? ഓ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട. ഒരു 2500 രൂപ ഞാൻ അങ്ങ് തരും. കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ പറയല്ലേ മെമ്പറെ. എന്റെ പിള്ളേരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത്. ചീട്ടി കിട്ടുമ്പം 2500 രൂപ ഞാൻ അങ്ങ് തരും. ഇതിവിടെ നിന്നോട്ടെ. അങ്ങനെ പറയരുത് ചേച്ചി. ഇനി കാടിവെള്ളത്തിൽ ബൂസ്റ്റ് ഹോർലിക്സും ഇട്ട് ഇളക്കണ്ട. പിടിച്ചോ, ഇതൊരു 4500 രൂപ തികച്ചുണ്ട്. പിടിക്ക് ഗോപാലേട്ടാ. എന്നിട്ട് ഐശ്വര്യമായിട്ട് പഴയ കയറ് മാറ്റി പുതിയ കയറിട്ട് തന്നേ. KP ഇനി ഏത് പാർട്ടി ആയാലും എൻ്റെ വീടിൻ്റെ ഗേറ്റ് ഞാൻ KPക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. ജർമ്മൻ ഷെപ്പേർഡിനെ പൂട്ടിയിരിക്കും. വരില്ലേ KP? ജർമ്മനി, ഹിറ്റ്ലർ, മാധവൻകുട്ടി, ഫാസിസം, അയ്യോ അതൊന്നും ഈ പാർട്ടിക്ക് പറ്റില്ല ചേച്ചി. എൻ്റെ ഹൃദയം ഇന്ത്യക്ക് വേണ്ടിയല്ല, KPക്ക് വേണ്ടിയാ തുടിക്കുന്നത്. അച്ഛാ ആ ഫ്ലോ കളഞ്ഞ്. അച്ഛാ, നിങ്ങളുടെ പാർട്ടിക്കാർ എന്ന് നന്നാവും. ഏതോ ചാലുകാർ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഈ കോലൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ നാണമില്ലാത്ത ചിലരുണ്ട് ഇവിടെ. ക്യൂബയിലെ രഹസ്യതാമസം കൊണ്ട് ഒരു ഗുണമുണ്ടായി. നല്ലൊരു ന്യായീകരണ തൊഴിലാളിയെ വാർത്തെടുത്തു. എന്താ ഫിനിഷിങ്. ഉളുപ്പ് വേണം, ഉളുപ്പ്. ഉളുപ്പ് ദേ മേശപ്പുറത്തുണ്ട്. ഇത്തിരി കൂടുതൽ ഇട്ടോ, കുറച്ച് നന്ദി ഉണ്ടാവട്ടെ. നിർത്ത്. എടാ സുരേഷേ, നിനക്ക് സീറ്റ് കിട്ടുമോ? സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം. അല്ലാണ്ട് ഇവിടെയുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല LDPയിലുള്ളത്. അവിടെ പാർട്ടിക്കാണ് പ്രാധാന്യം, വ്യക്തികൾക്കല്ല. നിനക്ക് അവിടെ സീറ്റ് കിട്ടത്തില്ലേ? എന്ന് ആര് പറഞ്ഞു? ഞാൻ മത്സരിക്കുന്നുണ്ട്. നമ്മുടെ ഈ 5ാം വാർഡിൽ തന്നെ UDP സ്ഥാനാർത്ഥി KP സുനന്ദ. ഞാൻ മത്സരിക്കുന്ന അറിഞ്ഞ് നമ്മുടെ തെങ്ങുന്തോപ്പ് വഴി മറ്റേ പത്തിലോട്ട് ഓടി. ദൈവം എന്തൊക്കെ കാണും ദൈവമേ. അയ്യോ ദൈവം പറഞ്ഞു നിന്റെ കൂടെ ആ നീനാക്കോശി LDPയിലേക്ക് വരുന്നത് കേട്ടല്ല, ശരിയാണോ? പണി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കണം. ഇതും കണ്ടുപോരും. അതല്ല, ഇത് ജയായിരിക്കുന്ന സാധനം കൂടെ. അച്ഛാ ചെങ്കുടി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ പപ്പടം എടുത്തേ. പാർട്ടിക്ക് പപ്പടം കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല. അവസാനം പപ്പടത്തിന്റെ അവസ്ഥ ആവരുത്.
അങ്ങനെ ഇത് ചുമന്നുകൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ. ആ, ശശിയേ ഇരിക്കും തന്നെ പപ്സ് കഴിക്കും. എനിക്ക് പപ്സ് വേണ്ട. ആ പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ എന്തായി? ഭംഗിയായിട്ട് പ്രചരണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ പാർട്ടി പിന്നിലാണ്. ഫ്ലെക്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 14-ാം വാർഡിൽ ആരാ മത്സരിക്കുന്നത്? എന്താ സംശയം? സഖാവ് ബിജോയ്. ആ വാർഡ് ഞാൻ ചോദിച്ചല്ലേ. അത് കലക്കി. ചോദിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് എല്ലാം കൊടുക്കാൻ ഇതെന്താ ക്ഷേമ പെൻഷനാണോ? സഖാവേ, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ നിലയ്ക്ക് പാർട്ടി ആരെ നിർത്തുന്നു അവരുടെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ബിജോയെ പോലുള്ളവരെ തോപ്പിച്ചാലേ നമ്മുടെ പാർട്ടി ഒരു പാഠം പഠിക്കൂ. ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. നിങ്ങളോട് ഇതിന് കാലം ചോദിക്കും സഖാവേ. പോട്ടെ. ലാൽ സലാം. ശശി സഖാവേ, സഖാവേ അവൻ പോണെങ്കിൽ പോട്ടെന്ന്. നമ്മൾ ബംഗാളി വെച്ച് ഫ്ലക്സ് കെട്ടിക്കും. അതാകുമ്പോൾ ഇതുപോലെ ഒന്ന് സീറ്റ് ചോദിക്കുകയല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അമ്മാരാകുമ്പോൾ കൂലി ചോദിക്കും. വഴിയുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള നമ്പർ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. എന്റെ വാർഡിലൊരു 1000-നടുത്ത് വോട്ട് കാണുമായിരിക്കും. അത് പഴയ കണക്ക്. ഇപ്പോൾ അവിടെ 1338 പേരുണ്ട്. നമ്മുടെ ഷിജി LDPയിൽ കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ചത് 350 വോട്ടിനാണ്. സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോൾ ശ്രീജയ്ക്ക് കടന്നുകൂടാൻ പാടാ. അയ്യോ, എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. നിൽക്കണം, പക്ഷെ ജയിക്കാൻ ചില കളികൾ കളിക്കണം. ധൈര്യമായിട്ട് നിൽക്കുന്നേ, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. നമ്മൾ ജയിക്കും. ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും. ഒന്നും പേടിക്കാനില്ല. എല്ലാം മറ്റേ പ്രചാരണത്തിന്റെ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം, ഉഷാറാക്കാം. ഓക്കെ, ശരി മെമ്പറേ. പിള്ളേരോട് ഇവിടെ പഠിക്കാൻ പറഞ്ഞിട്ടാ വന്നേ. മെമ്പറേ, മെമ്പർ പറഞ്ഞ നേരാ. അവരെനിക്ക് സീറ്റ് തന്നില്ല, ഞങ്ങൾ ഇറങ്ങി പോന്നു. ഇനി വല്ല കുഴപ്പമാവോ? എന്തു കുഴപ്പം? വിമതരായിട്ട് മത്സരിക്കണം. വാർഡ് ഏതാൻ തീരുമാനിച്ചോ? നമ്മുടെ 14-ാം വാർഡ് മൂൺലൈറ്റ് ബിജോ മത്സരിക്കുന്നില്ലേ, ആ വാർഡ്. അതൊരിത്തിരി മണ്ടത്തരമാണ് ചേട്ടാ. അയാള് കാശുകാരനല്ലേ, ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും. പിന്നെ ഞാനെന്താ വേണ്ട, മെമ്പർ പറ. ചേട്ടന്റെ വീടിരിക്കുന്ന 4-ാം വാർഡ് സേഫാ. അവിടെയാണെങ്കിൽ LDPക്ക് വലിയ സ്വാധീനമില്ല. പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല. ആ സൈഡ് ഞാൻ നോക്കിക്കൊള്ളാം. ഉറപ്പാണോ? പിന്നില്ലേ, ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ. വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുത്. പ്രസിഡന്റ് സ്ഥാനം. തെങ്ങ് ചതിക്കില്ല, അതേപോലെ ആ തെങ്ങ് കയറുന്നവനും. മെമ്പർ പറയുന്നതേ ഞാൻ കേൾക്കൂ. പഞ്ച് ഡയലോഗൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പ്രവൃത്തിയിലും വേണം. ഉറപ്പ്. ശരി. തെങ്ങിന്റെ മണ്ടേലാരാണ്ടി തെക്കേലെ ചന്തേലാലോണ്ടി നിർത്ത് അവിടെ നിർത്ത്. സ്വന്തം പേരെഴുതിയ കടലാസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വന്നിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് നോക്കിയെടുക്കുന്ന പണ്ടത്തെ പരിപാടിയേ. അത് വേണ്ട, നോക്കട്ടെ. മെമ്പർ സ്ഥാനവും അച്ചാർ കമ്പനിയും പശുക്കറവയും ഒക്കെ ഉള്ള സുനന്ദ മെമ്പർക്ക് ഈ അയൽക്കൂട്ടത്തിന്റെ ചിട്ടി കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ? ഇലക്ഷനുള്ള കാശ് പാർട്ടി തരില്ലേ? എൻ്റെ തങ്കപ്പ ചേച്ചി, ചെലവിനൊത്ത വരവില്ല. അച്ഛൻ്റെ കേസും മരുന്നും വീട്ടുകാര്യവും അനിയൻ്റെ കടവും. കഴിഞ്ഞ 2 തവണയും ചിട്ടി വിളിച്ചപ്പോൾ ഞാൻ വന്നു പോലുമില്ലല്ലോ. ഇത്തവണ ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി. ചിട്ടി കിട്ടിയാലേ നമ്മുടെ യശോദ ചേച്ചിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രചാരണത്തിനിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വന്നേ. അല്ലല്ല, അത് വേണ്ട. ഇത്തവണ വേറെ ആരെങ്കിലും എടുക്കട്ടെ. ഫാത്തിമ. സുനന്ദ മെമ്പർക്ക് ഇനി ഇത്തവണത്തെ ചിട്ടി എഴുതിയില്ലേ? എന്നാ ഞാൻ എടുത്തോ. ശരി എന്നാ. നിങ്ങൾ നീ കൈവായ്പ മേടിച്ച പൈസ എന്തിയെ? ചേച്ചി ബ്ലൗസ് മേടിക്കേണ്ടതാ. ശരിയാ, ഒരു പെശ ഉണ്ട്. നീ ഒന്ന് നോക്കണം.